എന്താണ് മോനെ ഇത്ര ഷീറ്റ് വിരിച്ചിട്ട് എനിക്ക് ഇതിൽ തന്നെ ഒഴിക്കാൻ കണ്ടുള്ളൂ. പുതിയ ബെഡായിരുന്നു, മൂത്രം തട്ടിക്കാണ്ട് കൊണ്ടുനടക്കായിരുന്നു. ഇതിന്റെ മണഞ്ഞി പോവൂല്ല. കണ്ട നായ്ക്കളും പക്ഷികളും പൂച്ചകളൊക്കെ എന്റെ ബെഡ്റൂമിൽ കയറി നിറങ്ങിയിരുന്നു. ഞാൻ അമ്മാനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടി തൃത്താല സ്വദേശിനി ഷംല ഹംസ. ഇത് 2ാം തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം തൃത്താലയെ തേടിയെത്തുന്നത്. മകളുടെ അവാർഡ് നേട്ടത്തിൽ ആഹ്ലാദം പങ്കുവെച്ച് ഉപ്പ ഹംസയും ഉമ്മ ഫാത്തിമയും. ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ ഫാത്തിമയെ അവിസ്മരണീയമാക്കിയതോടെയാണ് ഷംല ഹംസയെ മികച്ച നടിക്കുള്ള അവാർഡിന് അർഹയാക്കിയത്. തൃത്താല പഞ്ചായത്തിലെ അത്താണിക്കൽ വീട്ടിൽ ഹംസയുടെയും ഫാത്തിമയുടെയും മകളാണ് ഷംല ഹംസ. മകളുടെ അവാർഡ് നേട്ടത്തിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുകയാണ് ഹംസയും ഫാത്തിമയും. തിരുവനന്തപുരത്ത് IFF അതിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു, അതിന് മോള് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൈം മിനിസ്റ്റർ അവാർഡ് കിട്ടിയിരുന്നു, പിന്നെ ക്രിട്ടിക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ തിരിച്ചു പോകും. ഞങ്ങൾ കണ്ടു, ഉപ്പിയമ്മി ഞങ്ങളുടെ കുടുംബം മരുമകളെല്ലാവരും പോയിട്ട് മക്കൾ അടക്കം പോയിട്ട് പൊന്നെ ഇവിടെ എടപ്പാൾ പോയിട്ട് സിനിമ കണ്ടത്. നല്ല സിനിമയാണ്, കാണാൻ പറ്റാവുന്ന എല്ലാവരും കാണാൻ പറ്റാവുന്ന സിനിമയാണ്. ഒരു കാണാൻ ഒരു കുടുംബകഥ, മുമ്പകാലത്തെ കുടുംബകഥയാണ്, കാണാൻ പറ്റുന്ന സിനിമയാണ്. ഞാനാണ് ഒപ്പം പോയിരുന്നത്. ഇതിന് കുട്ടികളൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ പോയിരുന്നു. ഒപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിന്. ഷൂട്ടിങ്ങിന് ഞാനാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ചെറിയ കുട്ടിയാണ്, കുട്ടിക്ക് അന്ന് 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. കുട്ടീനെ നോക്കണ്ടേ, ഞാനാണ് പോയിരുന്നത്. കുടുംബസമേതം എടപ്പാളിലെ തിയേറ്ററിലെത്തിയാണ് തങ്ങൾ മകളുടെ സിനിമ കണ്ടതെന്നും നാം ഓരോരുത്തരും കണ്ടിരിക്കേണ്ട സിനിമ തന്നെയാണ് ഫെമിനിച്ചി ഫാത്തിമയെന്നും മാതാവ് ഫാത്തിമ പറഞ്ഞു. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത മലയാള സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ലിംഗസമത്വം, സാംസ്കാരിക പാരമ്പര്യം, വ്യക്തി ശാക്തീകരണം എന്നീ പ്രമേയങ്ങൾ കേന്ദ്ര കഥാപാത്രമായ ഫാത്തിമയുടെ കണ്ണിലൂടെ കാണുന്ന സിനിമയാണ് ഈ ചിത്രം.